അപ്പോൾ ഞങ്ങൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി ഞങ്ങൾ അണ്ടൂരിലെ വിശേഷങ്ങളല്ല, ഞങ്ങൾ ഇന്ന് പോകുന്ന അഗോരയുടെ വിശേഷങ്ങളാണ് പറയുന്നത്. എക്സ്പോ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇന്ന് അഗോര. ഞങ്ങളതിന് പോയി. അവിടെ ഗോകുലം ഫോർട്ടിൽ വെച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. ഏകദേശം നല്ല ആൾക്കാരുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് കുറച്ചും കൂടെ നല്ല സൗകര്യമുള്ളൊരു ഹോളായിരുന്നു. ആദ്യം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് പെപ്പർ പാലസ് തലശ്ശേരിയിലായിരുന്നു. പക്ഷേ ഇത്തവണ അവിടെ കുറച്ച് സ്പേസ് കുറച്ച് കുറവായിരുന്നു. ഇത്തവണ ഇന്ന് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഇവിടെ ആയത് കാരണം തന്നെ കുറച്ച് നല്ല സ്പേസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് കൗണ്ടേഴ്സ് ഉണ്ടായിരുന്നു, സ്റ്റാളുകൾ ഒരുപാടുണ്ടായിരുന്നു. കൂടുതലും ടെക്സ്റ്റൈൽസ് തന്നെയാണ് ഉണ്ടായിരുന്നത്. അതിൽ കൂടെ ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് ഒരു ഗോൾഡിന്റെ ഷോറൂമുകാരുണ്ടായിരുന്നു. അറ്റ്ലസ് അറൂസ എന്ന് പറയുന്ന ഗോൾഡിന്റെ ഷോറൂം. അതാണ് അതിലൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നത്. ഇതുവരെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴൊക്കെ ഉണ്ടായിരുന്നതൊക്കെ ടെക്സ്റ്റൈൽസും, മെജോറിറ്റി ടെക്സ്റ്റൈൽസ്, പിന്നെ നമ്മൾ ആൻറ്റിക് ജ്വല്ലറി. പക്ഷെ ഇപ്രാവശ്യമാണ് ശരിയായ ഗോൾഡിന്റെ തന്നെ ജ്വല്ലറിന്റെ ഒരു ടീം ഉണ്ടായിരുന്നത്. അപ്പോൾ അവരതും നമ്മൾ കണ്ടു. ഇന്ന് അവർ സെയിൽ ചെയ്യുന്ന രീതിയും കാര്യങ്ങളൊക്കെ കണ്ടു. പിന്നെ ഞങ്ങൾക്ക് ഇന്ന് പുതിയ കുറേ ടീംസിനെ പരിചയപ്പെടാൻ പറ്റി. ഞങ്ങളെ പോലെ തന്നെ ബിസിനസ് ചെയ്യുന്ന കുറേ ലേഡീസ് ഉണ്ട്. കൂടുതലും മുസ്ലിംസ് ആയിരുന്നു. പക്ഷെ അവർ നല്ല എനർജറ്റിക് ആയിട്ട് സെയിൽ നടത്തി കൊണ്ടിരിക്കുന്നു. അവരുടെ അടുത്ത് ഞങ്ങൾ കുറച്ച് കോൺടാക്ട് നമ്പറൊക്കെ കിട്ടി. പുതിയൊരു വഴി കൂടി ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടി. പുതിയൊരു എക്സ്പോയും കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും അവർ ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് വെച്ചാൽ ഞങ്ങൾ ഓക്കെ പറഞ്ഞു. ഞങ്ങൾക്ക് ഓക്കെയാണ്, കുഴപ്പമില്ല, ഞങ്ങളും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും അവർ ഇന്നും നാളെയോ കൊണ്ട് ഞങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. അപ്പം ഇനി അടുത്തത് വരുന്നത് അതാണ്. പിന്നെ ഇന്നത്തെ ഒരു പ്രത്യേക വിശേഷം അത് എമ്മ എന്ന് പറയും. ഞങ്ങളൊരു കസ്റ്റമർ ഇന്ന് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ മുന്നേ ഉണ്ടായിരുന്ന ഒരു കസ്റ്റമർ ഇന്ന് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവർ പെട്ടെന്നാണ് ഞങ്ങളെ കണ്ടത്. നിങ്ങൾ ഇവിടെയും ഉണ്ടോ എന്ന് ഞങ്ങളോട് ചോദിച്ചു. ഒരുപാട് സാധനങ്ങൾ ഇന്നും അവർ പർച്ചേസ് ചെയ്തു. ഞങ്ങൾക്കത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഞങ്ങളെ കസ്റ്റമേഴ്സ് ഞങ്ങളെ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു ഇതുകൊണ്ടാണ് അവർ വീണ്ടും വീണ്ടും ഞങ്ങളടുത്ത് വന്നിട്ട് സാധനങ്ങൾ വാങ്ങുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഞങ്ങളെ കയ്യിലില്ല. ഞങ്ങൾക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ അവരെ ഓർമ്മയിൽ വരുന്നില്ല. അവർ ഇങ്ങോട്ട് വന്നിട്ട് ഞങ്ങളോട് വേണ്ടിയപ്പോൾ ആരാണ് പേരൊക്കെ പറഞ്ഞപ്പോഴാണ് ഞങ്ങളന്ന് നമ്പറൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അവർ വന്ന് കുറേ സംസാരിച്ച് പർച്ചേസ് ചെയ്തു. പിന്നെ നാളെ നിങ്ങളുണ്ടോ എന്നുള്ളത് ഞങ്ങളോട് ചോദിച്ചു. അപ്പം ഞങ്ങൾ നാളെ ഇല്ല, ഇന്നൊരു ദിവസം മാത്രമേ സ്റ്റാൾ എടുത്തിട്ടുള്ളൂ. കാരണം നാളെ ഞങ്ങൾക്ക് പേഴ്സണലി കുറച്ച് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഞങ്ങൾ നാളെ അവിടെ പോകുന്നില്ല. പക്ഷേങ്കിൽ ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഈ ഒരു പ്ലാറ്റ്ഫോമും കൂടെ ഞങ്ങൾ നല്ല രീതിയിൽ ഞങ്ങൾക്ക് പിന്നെ യൂസ് ചെയ്തു. കാരണം ഞങ്ങൾക്ക് സെയിൽ ഒന്നും കൂടെ ഒന്ന് ചെയ്യാൻ പറ്റി. പിന്നെ ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി. ഓരോരുത്തരും സെയിൽ ചെയ്യുന്ന രീതികൾ, അതായത് ലേഡീസ് തന്നെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടില്ലാതെ അവരുടെ അടുത്ത് ഞങ്ങൾ ഒരുപാട് നേരം സംസാരിച്ചു. പുതിയ പുതിയ ആൾക്കാരെ പരിചയപ്പെട്ടു. അവരെ കോൺടാക്റ്റും കാര്യങ്ങളും വാങ്ങിച്ചു. അങ്ങനെയുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ ഇന്നും ഞങ്ങൾക്ക് ഉണ്ടായപ്പം അണ്ടല്ലൂർ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും ഞങ്ങൾക്ക് നല്ല കാര്യങ്ങളാണ് ഉണ്ടായത്. അപ്പം ഇപ്പം ഞങ്ങൾക്ക് ഒരു കുറച്ചും കൂടെ കൂടുതൽ കോൺഫിഡൻസ് വന്നു. കാരണം എങ്ങനെയാണ് എന്താണെന്നുള്ള ആ ഒരു ഇത് ഞങ്ങൾക്ക് മാറിക്കിട്ടി. അപ്പം ഇവരൊക്കെ ഞങ്ങളിപ്പോൾ എല്ലാവരും ഒരു ടീമായി. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ തുടങ്ങി. അവർ വിളിക്കും, ഇനി ഞങ്ങളും അവർ വിളിച്ച് കാര്യങ്ങൾ പറയുന്നുള്ള രീതി വന്നപ്പോൾ ദൈവമായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വഴികൾ ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിടുവാണ്. ഈ ഒരു എക്സ്പോയിൽ ഞങ്ങൾ പോയിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് നഷ്ടം തന്നെയായിരുന്നു. അത് ഞങ്ങൾ കുറച്ച് മടിച്ചതാണ്. ഒന്നാമത് അണ്ടല്ലൂർ കാവിൽ ഇതൊക്കെ കഴിഞ്ഞ് വന്നതിൻ്റെ ടയർഡ്നെസ്സും പിന്നെ ബിസിനസ്സിൻ്റെ ഒക്കെ എല്ലാം ഞങ്ങൾക്ക് ഭയങ്കര ഇതായിരുന്നു. പക്ഷേ ഇന്ന് പോയത് എന്തുകൊണ്ടും ഞങ്ങൾക്ക് ഒരു പോസിറ്റീവ് വൈബിലാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. അപ്പം ഇനി അങ്ങോട്ടേക്കും നെക്സ്റ്റ് വരുന്ന എക്സ്പോയിലും മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ സജീവ സാന്നിധ്യമായിട്ട് അലങ്കൃത എന്നുള്ളത് ഞങ്ങൾ ആളുകൾ അറിഞ്ഞതിലും ഇനി അങ്ങോട്ടേക്ക് കിട്ടാൻ പോകുന്ന ചാൻസുകളും ഒക്കെ ഞങ്ങൾക്ക് ഒരു ദൈവത്തിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയ ഒരു സപ്പോർട്ടാണ്. അപ്പം അതിൽ ഞങ്ങളിപ്പോൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഇന്നത്തെ ഞങ്ങളുടെ വിശേഷം, ഞങ്ങൾ ടയേർഡാണ് നല്ല രീതിയിൽ. അപ്പം ഇന്നത്തെ ഏകദേശം കാര്യങ്ങൾ ഞങ്ങൾ ചുരുക്കി പറഞ്ഞിട്ടുണ്ട്. സാധാരണ രീതിയിൽ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ പറയും, പക്ഷേ ഇന്ന് ശരിക്കും ടയേർഡാണ്. മോർണിംഗിലേ പോയി അവിടെ ഇരുന്ന് അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ. ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഇനി ഒന്ന് ഫുഡ് കഴിച്ച് ഫ്രഷ് ആവണം. ബാക്കി വിശേഷങ്ങൾ ഞങ്ങൾ നാളത്തെ ഞങ്ങളുടെ വ്ളോഗിൽ കൂടി പറയും, ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ. അപ്പം തൽക്കാലം ഞങ്ങൾ ബൈ ബൈ ബൈ.